സോഷ്യൽ വർക്കറുണ്ട് നമുക്ക്, അത് ആൻസി. ഓക്കെ, ഞാനിത് പറഞ്ഞത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മെൻ്റൽ ഹെൽത്ത് എമർജൻസിയോ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആര് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ ടെലിമെഡിസിനിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാക്കിനായിട്ട് വന്നാൽ പോലും ഒരു ചെറിയ പ്രയോറിറ്റി, വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവും, എന്നാലും ചെറിയ പ്രയോറിറ്റി നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് മോംസിന് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ നിങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, സോ റിസർച്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ സൈക്കോളജി ഈ കാർക്ക് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇൻ പ്രഗ്നൻസി അതിൽ പറയുന്നത് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഇവൻ്റ് എന്നാണ് പറയുന്നത്. കാരണം ഓരോ ട്രൈമസ്റ്ററായിട്ട് എടുക്കുകയാണെങ്കിൽ, ഓരോ 3 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഓരോ 3 മാസവും വ്യത്യസ്തമായ കുറേ സൈക്കോളജിക്കൽ ഇവൻറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ ഒരു 3 മാസത്തെ എന്തൊക്കെയാണ് ഇവൻറ്റുകൾ, സംഭവങ്ങൾ, അതായത് ഒരു സംഭവ ബഹുലമായ ഒരു യാത്രയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ 3 മാസ സംഭവങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഭയങ്കര രണ്ടുപേർക്കും പറയാം കേട്ടോ, ഭാര്യമാർക്ക് മാത്രമല്ല രണ്ടുപേർക്കും പറയാം. ഇതൊരു എന്താ പറയുക, ഒരു കപ്പിൾ ജേർണിയാണ് അല്ലേ. സോ ഒന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 മാസത്തിൽ ഭയങ്കര സങ്കടമായിരിക്കും, കൂടെ മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. പിന്നെയോ സ്ലീപ്പൊക്കെ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആകാം. അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ചില സാധനങ്ങളില്ലേ, ഫിസിക്കൽ ഡിസ്കംഫർട്ടുകൾ, വൊമിറ്റ് ചെയ്യാൻ വരുന്നു, ടേസ്റ്റ് ഒന്നും പിടിക്കുന്നില്ല, ചില പ്രത്യേക ടേസ്റ്റുകൾ ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഒക്കെ ചില ഫിസിക്കൽ ഡിസ്കംഫർട്ടുകൾ വരുന്നു. ദെൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ന്യൂ മോംസിനൊക്കെ സംബന്ധിച്ച് അബോർഷനെ കുറിച്ചുള്ളൊരു വലിയ കൺസേൺ ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ പോയോ, വണ്ടി കുടുങ്ങി, പ്രശ്നമാണ്, അങ്ങനത്തെ കുറേ നമുക്ക് ആങ്സൈറ്റീസ് വരും. ദെൻ അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് ആകുമ്പോഴോ ഗിൽറ്റ് വരെയാണ്, നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നുള്ള കുറേ ഗിൽറ്റും. ദെൻ സോഷ്യൽ പ്രഷേഴ്സ് വരുന്നു അല്ലേ, ഇപ്പോൾ വേണമായിരുന്നോ, അല്ലെങ്കിൽ കുറേ ആളുകളുടെ സംസാരം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ, അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ബൗണ്ടറി കടന്ന കുറേ കമൻസും ഇതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു 3 മാസം. അത് കഴിഞ്ഞിട്ടോ അടുത്ത 3 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ മൂഡ് വൈസ് ഒക്കെ നമ്മൾ ലൈറ്റ് ആവും, പക്ഷേ ബോഡി വെയിറ്റ് ഒക്കെ കൂടി തുടങ്ങും, നമ്മൾ മറ്റുള്ളവരുടെ ആശ്രയത്വം കൂടും, നമുക്ക് ചെയ്യാവുന്ന പണികളുടെ അത് കുറയും. അപ്പോഴേക്കും പിന്നെയും നമുക്ക് ഈ സൊസൈറ്റൽ പ്രഷർ എപ്പോഴും ഉണ്ട്. അതായത് എല്ലാവർക്കും ഇതൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനത്തെ ചില കമൻസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽട്ടി. ഓക്കെ, ദെൻ അതുപോലെ നമ്മൾ ഭയങ്കര വെയിറ്റിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയി തുടങ്ങും. ദെൻ ചിലപ്പം ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഫുഡ് പാറ്റേൺ മാറുന്നു, അങ്ങനത്തെ ക്ഷീണങ്ങൾ വരുന്നു. എഗെയിൻ അടുത്ത 3 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ അതിലൊക്കെ ഒന്ന് സെറ്റിൽ ആവും. ഈ 2ാമത്തെ ട്രൈമസ്റ്റർ ആകുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ബേബിയുടെ അനക്കം, ചലനത്തെക്കുറിച്ച് നമ്മൾ ഭയങ്കര കൺസേൺഡ് ആവും അല്ലേ. ഇപ്പം 3ാമത്തെ 3 മാസം, അതായത് ലാസ്റ്റ് 3 മാസം 7, 8, 9 മാസങ്ങളാകുമ്പോഴത്തേക്കുമുള്ള ആശങ്കകൾ എന്ന് പറയുന്നത് എന്തോ, നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല എങ്കിലും സാധാരണ കേൾക്കുന്നത് ബർത്തിനെ കുറിച്ച്. അത് നോർമൽ ആയിരിക്കുമോ, സിസേറിയൻ, നോർമൽ വേണ്ട, സിസേറിയൻ മതി, സിസേറിയൻ വേണ്ട, നോർമൽ മതി. നമ്മൾ കുറേ അൺനെസസറി വീഡിയോസ് കാണും, നമുക്കിപ്പം ഇൻഫർമേഷൻ ഓവർലോഡാണ് അല്ലേ. അപ്പം ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ ചൈൽഡ് ബർത്തിനെ കുറിച്ചുള്ള ആങ്സൈറ്റികളാണ് ഈ ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും കൂടുന്നത്. ഓക്കെ, അതുപോലെ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ്, പല ട്രീറ്റ്മെൻറ്റുകൾ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്കോറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എലിവേറ്റ് ആയിട്ട് കാണുന്നു. ദെൻ സ്കാനിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. ഇതൊക്കെ നമ്മളെ ഒന്ന് ബോധർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒത്തിരി ഇമോഷണൽ റീഅഷ്യൂറൻസ് നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിക്കും, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, പ്രഗ്നൻസിയിലൊക്കെ കടന്നുപോയ കസിൻസിനെയൊക്കെ വിളിച്ച് നമ്മൾ റീഅഷ്യൂറൻസ് എടുക്കും. നമ്മുടെ പേരൻസ് ഒന്നും പറയുന്നത് പോരാ നമുക്ക്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ പറയുക, ഇതൊരു ഭയങ്കര ഒരു സൈക്കോളജിക്കൽ റെലവൻസ് ഉള്ള ഒരു പ്രോസസ്സാണ്. സോ ഇവിടെ എന്ത് ചെയ്യാം എന്നതിൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഒത്തിരി പോസ്റ്റ്മോർട്ടം ബ്ലൂസിനെ കുറിച്ചും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഇൻഫർമേഷനൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇത് എന്താണ്, എവിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നും അല്ലെങ്കിൽ ബ്ലൂസും വ്യത്യാസമാകുന്നത് എങ്ങനെ, അതൊക്കെ
അങ്ങനത്തെ പ്രോപ്പർ ഇൻഫർമേഷൻസ് നമുക്ക് വേണം. 8ൽ ഒരു അമ്മയ്ക്ക് ഒരു പ്രഗ്നൻറ്റ് വുമൺ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ കണ്ടീഷൻസിലൂടെ ഏതെങ്കിലുമൊക്കെ കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്നുവെന്നാണ് റീസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. 8ൽ ഒരാൾക്ക്. അത് ചിലപ്പോഴൊക്കെ അൺഡിറ്റക്റ്റഡും ആകാം. ഓക്കെ, അപ്പം എല്ലാം അങ്ങ് ഡിറ്റക്ട് ചെയ്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്തൊന്നും പോകുന്നില്ല. സോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ആദ്യം ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, എന്താ ചെയ്യണ്ടേ എന്നാദ്യം പറയാം. അതായത് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് നമ്മൾ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണ് എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഓൾറെഡി എക്സിസ്റ്റിംഗ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്തൊക്കെ ചെയ്യാം അതിൽ? നിങ്ങൾ ഉറങ്ങല്ലേ? ഉറങ്ങാൻ നല്ല സമയം ഇത്. ഉറങ്ങല്ലേ? ചാരി ഇരുന്ന് ഉറങ്ങാൻ എങ്കിലും എന്തൊക്കെ ചെയ്യാം പറയും? എക്സസൈസ് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഉള്ള മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടുകളെ എൻഹാൻസ് ചെയ്യുക. നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കി വയ്ക്കുക. നമുക്ക് ഓൾറെഡി ഉള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ. നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് കാണും അല്ലേ? അപ്പോൾ അവരൊക്കെ ഒന്ന് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് കൂടെ നമ്മളൊന്ന് ഫ്രീ മൈൻഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നവരോടൊക്കെ എൻഗേജ് ആയിട്ടും ഒക്കെ ഇരിക്കാം. അതൊരു കാര്യമാണ്. 2, നമുക്കുള്ള കുറേ സ്കില്ലുകൾ കാണും. നമ്മൾ പലപ്പോഴും സംഭവിക്കുക, വിവാഹത്തോടു കൂടി എല്ലാം നമ്മൾ പൂട്ടിക്കെട്ടി മടക്കി വെക്കും. അങ്ങനെയെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരിക. നമുക്ക് തന്നെയുള്ള അപ്സ്കില്ലിങ് നടത്തുക. ഓക്കെ, ഇപ്പോൾ ഒരു 9 മാസം നമ്മൾക്ക് ഒരു ജേർണിയാണ്. നമ്മൾ വലിയ പണിക്കൊന്നും പോവില്ല. അപ്പം നമുക്ക് പറ്റുന്ന കൊച്ചു അപ്സ്കില്ലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ് നമ്മുടെ റെസിലിയൻസ് കൂടും. നമുക്കുള്ള ആ ഒരു മെൻ്റൽ എബിലിറ്റി ഒന്ന് കൂടുതലായിട്ട് അനുഭവപ്പെടും. പിന്നെയുള്ള ഒരു കാര്യം വെച്ചാൽ കപ്പിൾ സ്ട്രെങ്ത് കൂട്ടുക. നിങ്ങളുടെ ആസ് എ കപ്പിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് കൂട്ടുക. പക്ഷെ ഇവിടെയാണ് ഏറ്റവും പ്രശ്നം വരിക. അതായത് നമുക്ക് ഏറ്റവും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുന്നൊരു സമയമാണ് അല്ലേ? എനിക്ക് വേണ്ട കെയർ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഡിഫിക്കൽട്ടി ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഈ മാരേജിലെ ഒരു വലിയ മിത്താണ്, നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് പോകുന്നൊരു മിത്താണ് ഈ മൈൻഡ് റീഡിങ്. അതായത് എൻ്റെ മനസ്സ് വായിക്കാൻ എൻ്റെ പാർട്ട്ണർക്ക് പറ്റണം അല്ലേ? എത്രയും നാൾ കൂടെ ഉള്ളപ്പോൾ പറ്റണമല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടെല്ലാവരും ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ലേ? അപ്പം എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ആൻഡ് മൈൻഡ് റീഡിങ് എന്ന് പറയുന്ന ഒരു മിത്താണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് സൈക്കോളജിയിൽ പറയണത്. ഓക്കെ, ഈ സൈക്കോളജിക്കാരെന്ന് പറയുമ്പോഴേ ചോദിക്കും ചിലപ്പോൾ ഞങ്ങളുടെ മുഖം നോക്കി പറയാമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ മനസ്സ് വായിച്ച് കാര്യം ചെയ്യാമെന്ന് പറ്റില്ല. വേണ്ടത് തുറന്ന് പറയുക. ഓക്കെ, എനിക്ക് എൻ്റെ കൂടെ ഇരിക്കൂ, അല്ലെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് നേരം നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് വ്യക്തമായിട്ട് പറയണം. അതിന് പകരം അതുപോലെ ഇരിക്കുമ്പോൾ ഫോൺ നോക്കാതെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കൂ. ചാറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചുമ്മാ വീഡിയോ കണ്ടുകൊണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച്, പാർട്ട്ണറെ സംബന്ധിച്ച് കൂടെ ഉണ്ടല്ലോ, ഫുൾ ടൈം കൂടെ ഇല്ലേ അല്ലേ? അപ്പോൾ അതല്ല, എനിക്ക് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് എന്ന് പറയുകയും കപ്പിൾ റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ വേറൊരു കാര്യം ചെയ്യാവുന്നത്, വയലിലുള്ള ബേബിയുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ശക്തമാക്കാൻ ആസ് എ കപ്പിൾ നിങ്ങൾക്ക് സംസാരിക്കാം അല്ലേ? നിങ്ങൾക്ക് വർത്തമാനമൊക്കെ പറയാം. അപ്പോഴും നമ്മുടെ മനസ്സിലാദ്യം ഇത് മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയാതെ ഒത്തിരി പ്രതീക്ഷ വേണോ എന്നൊക്കെ നമുക്കിങ്ങനെ ആങ്സൈറ്റിയൊക്കെ തോന്നും. അവിടെ നമ്മൾ ആക്സെപ്റ്റൻസിലും കൂടെ നമ്മൾ വിശ്വസിക്കുക. ഓക്കെ, എന്താണെങ്കിലും ശരി, ദിസ് ഈസ് എ ജോയിൻറ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് ആക്സെപ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് വി വിൽ ഡു ദാറ്റ്. ഓക്കെ, ആ ഒരു ഇതിലോട്ട്, ആ ഒരു നിലപാടിലോട്ട് വരിക. നമ്മളെല്ലാത്തിനെയും നമ്മൾ ഇമോഷണലായിട്ട് മാത്രം കാണാതിരിക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഡോക്ടറോട് നമുക്ക് വരുന്ന ചേഞ്ചസ്, നമുക്ക് വരുന്ന മൂഡ് ചേഞ്ചസ്, ഇതൊക്കെ ഷെയർ ചെയ്യാൻ മടി ഉണ്ടാവാതിരിക്കുക. ഓക്കെ, ഇപ്പം പലപ്പോഴും നമ്മുടെ പാരൻസിനോടൊക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉള്ളതായിരിക്കും. നമ്മൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഇത് ക്വൈറ്റ് കോമൺ എന്നൊക്കെ കാണുമ്പോൾ അതൊക്കെ പറഞ്ഞ് മോശമല്ലേ എന്നൊന്നും വിചാരിക്കണ്ട. ജസ്റ്റ് ഷെയർ. എനിക്ക് സങ്കടമൊക്കെ വരാറുണ്ട്, എനിക്ക് ഭയങ്കര ദേഷ്യം വരും, ഇതൊക്കെ അങ്ങനെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും ഒരു ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കതിലോട്ട് എത്താം. സോ ഇത്രയൊക്കെ ചെയ്തിട്ടൊന്നും നടക്കണില്ലെങ്കിൽ എന്താ ചെയ്യുക? വെച്ചുകൊണ്ടിരിക്കരുത്. ഞങ്ങളെപ്പോലുള്ളവരെല്ലാം ഹോസ്പിറ്റലിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഹെൽപ്പ് എടുക്കുക.
ഓക്കെ, തീരെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാതിരിക്കുക. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു പ്രോപ്പർ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. സോ എവിടെയാണ് അത് ഒരു ലൈൻ നിശ്ചയിക്കേണ്ടത്, നമുക്ക് ഹെൽപ്പ് വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് എന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അതായത് കോമൺ ആങ്സൈറ്റികളൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അതിനൊരു തെറപ്യൂട്ടിക് ഹെൽപ്പ് വേണമെന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, എനി ബിഹേവിയർ, എനി തോട്ട്, എനി ഇമോഷൻ, ഒരു സ്വഭാവമാകാം, ഒരു തോട്ട്സ് ആകാം, ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ് ആകാം, അത് നമ്മൾ സാധാരണയുള്ളൊരു പരുവത്തിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് കൂടുതലോ കുറവോ ഉണ്ടാവുക. കൂടുതലെന്ന് പറയുമ്പോൾ ഉറക്കം കൂടുതൽ, വിശപ്പ് കൂടുതൽ, ടെൻഷൻ കൂടുതൽ, സങ്കടം കൂടുതൽ, ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന തോട്ട്സ് കൂടുതൽ, ഇങ്ങനെ കൂടുതൽ. കുറവ്, ഉറക്കക്കുറവ്, വിശപ്പില്ല, നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ഓക്കെ, ഭയങ്കര പാസീവായിട്ട് പോകുന്നു, നമുക്ക് ഒട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവ്സ്. ഓക്കെ, സോ നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ബിഹേവിയറിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് സസ്റ്റെയിൻ ഇഫ് ഇറ്റ് സസ്റ്റെയിൻ ഫോർ മോർ ദാൻ ഒരു 10 days to 2 weeks ഒക്കെ അങ്ങ് നിലനിൽക്കുകയാണെങ്കിൽ, അതൊന്നുകിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്, ഇപ്പോൾ ഒരു ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു, ഒരു ദിവസം പിന്നെ ഓക്കെ, പിന്നെയും ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ്, ഒന്നുകിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടോ അതല്ലെങ്കിൽ ഇങ്ങനത്തെ ചില മൂഡ് ചേഞ്ചസ് പ്ലസ് ഓർ മൈനസ് കൂടുതലോ കുറവോ ഉള്ളത് തുടർച്ചയായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ വാക്കിൻ ആയിട്ട് ഞങ്ങളെ സമീപിക്കാം, അതല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണാം. നമ്മുടെ ഡോക്ടറോട്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അവിടെ ഉണ്ട്, സോഷ്യൽ വർക്കർ ഉണ്ടാവും, ആളോടാണെങ്കിലും ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരുപാട് നമുക്ക് ഈ സൂയിസൈഡൽ തോട്ട്സും ഐഡിയേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇതിൽ ആരൊക്കെയാണ് ഒരു റിസ്ക് എലമെൻ്റ് ഉള്ളവർ, ആരൊക്കെയാണ് കൂടുതൽ വൾണറബിൾ എന്ന് ചോദിച്ചാൽ, ഓൾറെഡി എക്സിസ്റ്റിംഗ് എനി സൈക്കാട്രിക് പ്രോബ്ലംസോ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസും അതുപോലെ നമുക്ക് പ്രീമെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ നമുക്കുള്ള ആളുകൾ, അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് കുറച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കാനായിട്ടൊന്ന് കോൺഷ്യസ് ആയിരിക്കുക എന്ന് പറയും. അതുപോലെ ഫാമിലി ഹിസ്റ്ററി, നമുക്കൊരു ഫാമിലി ഹിസ്റ്ററിയിൽ ഒരു സൈക്കാട്രിക് ഒരു സ്ട്രെസ്സറൊക്കെ ഉണ്ട്, അടുത്ത സോഷ്യലായിട്ട്, അതായത് ഇപ്പം ഒരു മരണം, ആരുടെയെങ്കിലും ഒരു ഏറ്റവും അടുത്തൊരാളുടെ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ, കോൺഫ്ലിക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ സൈക്കാട്രിക് ഇഷ്യൂസ്, ഒരു ഡിസോർഡേഴ്സ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്ന് കുറച്ചൊന്ന് വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയും. ഓക്കെ, ദെൻ പിന്നീട് ഒരു വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു ഏജ് കൊണ്ട് നമ്മൾ കുറച്ച് വിവാഹം കഴിച്ച് കുറച്ച് നാളായി, നമുക്ക് കുട്ടികൾ ആയിരുന്നില്ല, ഇപ്പോഴാണ് ഒരു വർഷങ്ങൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു എന്നുള്ള ആളുകളും കുറച്ചൊന്ന് കോൺഷ്യസ് ആയിരിക്കുക. കാരണം നമുക്ക് ഒത്തിരി ആളുകളുടെ കമൻസ് എന്ന അൺനെസസറി സാധനങ്ങളൊന്നും നമ്മൾ ഫീഡ് ചെയ്യാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഈ വൾണറബിൾ ഗ്രൂപ്പ് എന്നും ഒക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു കൺസേൺ ആണ്, ഞാനൊരു പെർഫെക്റ്റ് മദർ ആയിരിക്കുമോ, എനിക്കൊരു അമ്മയായിട്ട് എനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു അമ്മയായിട്ടിരിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കകൾ. അപ്പോൾ അതിനകത്തിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്, നോ നീഡ് ടു ബി എ ഗുഡ് ഒരു പെർഫെക്റ്റ് മദർ. നമ്മൾ ആരും ഇത് കോഴ്സൊന്നും പഠിക്കുന്നില്ല അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും ഒരു പെർഫെക്റ്റ് മദറായിട്ടിരിക്കാനുള്ള ഒരു പെർഫെക്ഷൻ മാറ്റിയിട്ട് ഫ്ലെക്സിബിൾ മദർഹുഡൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഫ്ലെക്സിബിൾ ബട്ട് മൈൻഡ്ഫുൾ. ഓക്കെ, ഒരു മൈൻഡ്ഫുൾ പ്രഗ്നൻസി ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. മൈൻഡ്ഫുൾ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മളുടെ മൈൻഡിനുള്ള ഒരു വലിയ ടെൻഡൻസിയാണ് എപ്പോഴും പാസ്റ്റും ഫ്യൂച്ചറും ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാൻ എപ്പോഴും. അപ്പോൾ അങ്ങനെ അങ്ങ് പോയി ഭയങ്കരമായിട്ട് ബോധരാകുന്നുണ്ടെങ്കിൽ കം ബാക്ക് ടു ദ പ്രസൻറ്റ്. ഓക്കെ, പ്രസൻറ്റിലോട്ട് വന്നിട്ട് നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നോ നീഡ് ടു ബി എ പെർഫെക്റ്റ് മദർ. നമ്മൾ ആരും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എറേഴ്സൊക്കെ ഉണ്ടാവും. ട്രൈ ടു ബി ഗുഡ് ഇനഫ്. ഓക്കെ, പിന്നീടുള്ള ഒരു കാര്യം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നല്ല കണക്ഷൻസ് ഒക്കെ എപ്പോഴും നിലനിർത്തുക, സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് നിലനിർത്തുക, മദർ ചൈൽഡ് ബോണ്ട് കൂടുതലാക്കുക, കപ്പിൾ റിലേഷൻ കൂടുതലാക്കുക എന്നതൊക്കെ തന്നെയാണ്. ഓക്കെ, സൈക്യാട്രിക് ഹെൽപ്പൊക്കെ വേണമെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്തൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്, മറ്റുള്ളവരറിയും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നമ്മളൊന്നും പറയാതിരിക്കരുത് എന്നതൊക്കെയാണ്. ഓക്കെ,
പിന്നത്തെ ഒരു കാര്യം, എന്താ ഓൾറെഡി എക്സിസ്റ്റിംഗ് കുറേ പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചോ നമ്മുടെ വീട്ടിൽ. കുറച്ച് ഇപ്പം ഇൻലോസ് ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾസിക്കിടയിലോ ഒക്കെ കുറച്ച് ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചോളൂ. നമുക്കിപ്പോൾ ഭയങ്കര ഇമോഷണൽ ഓവർലോഡും ഒക്കെ ആയിട്ട് നമുക്ക് കുറേ അതിനെക്കുറിച്ചുള്ള കുറേ തോട്ട്സും ഒക്കെ തോന്നും. എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും അന്ന് അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനത്തെ കുറേ കൺസേൺസ് ഒക്കെ വരും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് ദ ടൈം ടു ഫിക്സ് യുവർ സച്ച് പ്രോബ്ലംസ്. ഓക്കെ, ഇത് നമ്മൾ 100% കുഞ്ഞുവാവയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യാനുള്ളൊരു സമയമാണ്. വേറെ ഒരു എക്സ്റ്റേണൽ പ്രോബ്ലത്തിനെയും നമ്മൾ ഫിക്സ് ചെയ്യാനുള്ളൊരു ഒരു ടൈമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലംസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. കിട്ടുന്ന കെയറിനൊക്കെ ആയിട്ട് നമ്മളപ്പോൾ അവർ കെയർ ചെയ്തില്ല, ഇതൊന്നും നമ്മുടെ കൺസേൺ ആകണ്ട. പകരം എൻ്റെ ഇപ്പോഴത്തെ കൺസേൺ എൻ്റെ ഹെൽത്ത്, എൻ്റെ സെൽഫ് കെയർ ആൻഡ് മൈ ബേബീസ് സെൽഫ് കെയർ ആൻഡ് ആസ് എ ഫാമിലി അവർ എന്താ പറയുക, ആ ഒരു വെൽബീയിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതിനെ ഒന്ന് മാറ്റി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മൾ ഈ പ്രോബ്ലംസിലോട്ടങ്ങ് നമ്മൾ ഒത്തിരി വറീഡ് ആവത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതും ഒക്കെ നമ്മളങ്ങ് എടുക്കാതിരിക്കുക. ഓക്കെ, ഇനിയിപ്പം നമ്മളിവിടെ കാണുന്ന 1-2 കമൻസ്, എപ്പോഴും കേൾക്കുന്ന ചില കമൻസ് കാര്യങ്ങളെന്ന് വെച്ചാൽ, പ്രഗ്നൻറ്റ് മോംസ് വന്നിട്ട് പറയാറുണ്ട്, ഈ നമ്മളിപ്പോൾ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബർത്ത് തുടങ്ങുകയാണ് അല്ലേ, ഒരു വലിയ ഇവൻ്റ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളവിടെ പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ കെയർ ചെയ്യണമെന്ന് പറയാൻ മാത്രമാണ് കേട്ടോ. ഇതെല്ലാവരും കടന്നു പോകുന്നതല്ലേ, ഇതിനിപ്പോൾ ഇത്രയ്ക്ക് വലിയ കുഴപ്പം എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചതൊക്കെ അങ്ങ് വല്ലാതെ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അത് നമ്മൾ തലയിലെടുത്ത് വെക്കണ്ട. പകരം ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രഗ്നൻസി ഈസ് യുവർ തിങ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. പക്ഷേ we cannot convince people, we need not have to convince others. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു പോരും, നമ്മളത് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, സോ യോഴ്സ് ഇസ് യോഴ്സ്. ആൻഡ് അതുപോലെ എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു ഹോർമോൺ ചേഞ്ച്, എന്ത് പറഞ്ഞാലും ഉണ്ട് ഹോർമോൺ ചേഞ്ച് ആണെന്നും പറഞ്ഞ് അങ്ങ് ബ്ലെയിം അങ്ങ് ഇരിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നതാ എന്നൊക്കെ പറയുന്നത്. അതാണെങ്കിലും ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യമല്ലേ അറിയൂ. ആൻഡ് നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾ. അതിനെ അങ്ങനെ എടുത്താൽ മതി. ദെൻ ഒന്നും ചെയ്യരുത്. അപ്പോൾ ചിലപ്പോൾ പേരൻസ് പറയും അത് ചെയ്താൽ നീ അതൊന്നും പിടിക്കാതെ അല്ലെങ്കിൽ പറയും കുറച്ച് കൂടുതൽ റെസ്റ്റ് എടുക്കുക. ചിലപ്പോൾ പറയും ഞങ്ങൾ ഒരെല്ലും കൊണ്ട് ഞങ്ങളാണെങ്കിൽ അന്ന് പ്രസവിക്കാൻ പോണത് വരെ ഞങ്ങളിതൊക്കെ ചെയ്തിട്ടാണ് പോയത്, പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മാത്രം എത്രയ്ക്ക് പ്രശ്നം എന്നിങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യൂ. ഓക്കെ, ഇതൊക്കെ എല്ലാം വ്യത്യാസമാണ്, ഓരോ വ്യക്തിക്കും വ്യത്യാസമാണ്, ഓരോ ബർത്തിലും വ്യത്യാസമാണ്. ആൻഡ് ഹസ്ബൻഡുമാരും അമ്മമാരും അച്ഛന്മാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഏത് സമയം മൊബൈലൊന്ന് മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ അത് എന്നിട്ട് ആവശ്യമില്ലാത്ത ഇൻഫർമേഷനൊക്കെ കൂടി വന്നിട്ട് ടെൻഷൻ അടിക്കുന്നു. അത് വലിയ റിസർച്ചൊന്നും ഇല്ലെങ്കിലും അത്ര നല്ലതല്ല അല്ലേ. കാര്യം എന്താ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സൈറ്റ്സൊക്കെ നമ്മൾ നോക്കും, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമ്മൾ ഓവർലോഡായിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അൺനെസസറി ആങ്സൈറ്റി നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയല്ല നമ്മൾ ഈ ഒരു സമയം കുറച്ച് വൾണറബിൾ, നമ്മളെല്ലാത്തിനും ഒരു ഇമോഷണൽ തലത്തിൽ മാത്രം കാണാൻ ചാൻസ് ഉള്ളൊരു ടൈം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം അങ്ങ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഒരു ലിമിറ്റ് വയ്ക്കുക അതിനൊക്കെ. ഓക്കെ, ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുള്ള കൺസേൺസും പറയാറുണ്ട്. അതായത് എനിക്ക് 2 തരത്തിലാണ്, എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമോ, ബേബി പാല് കുടിച്ചില്ലെങ്കിൽ അത് ബേബിക്ക് പ്രശ്നമാവില്ലേ, അങ്ങനെയുള്ള ആദികൾ വരാറുണ്ട്. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്താൽ എൻ്റെ ഒരു ബോഡി ഇമേജിനെ അത് അഫക്റ്റ് ചെയ്യും, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് എന്ന് പറയുന്ന തലത്തിലും നമുക്ക് കൺസേൺസ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനകത്തിലൊക്കെ നമ്മളെ ഒരു പേർപ്പസ് എന്താ, നിങ്ങളുടെ വാല്യൂസിനെ റീഡിഫൈൻ ചെയ്യുക, നിങ്ങളുടെ ഒരു മദർഹുഡിൽ നിങ്ങൾ എന്താണ് മീൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് നമ്മളൊരു ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ കൺസേൺസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് വിത്ത് അസ്. ഓക്കെ, സോ ഇനി പറയുന്നത് 1-2 ടിപ്സ്. അതായത് നമ്മളെപ്പോഴും നമ്മളിങ്ങനെ ഇതൊക്കെ പറഞ്ഞാലും ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ടെൻസ്ഡാവും, ഒരു കാര്യമില്ലാതെ അങ്ങ് നെഞ്ചിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, ചിലപ്പോൾ അങ്ങ് വല്ലാതെ ഡിസി ഫീൽ തോന്നും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമുക്കങ്ങ് കരയണം തോന്നും. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു കാര്യം ദേഷ്യം വരും, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാമെന്നുള്ള 1-2 ടിപ്സ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആണെന്നുള്ളടുത്ത് കരയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദെർ ഈസ് നത്തിങ് റോങ് ഇൻ വി എക്സ്പ്രസിങ് അവർ ഇമോഷൻസ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ഹൈഡ് ചെയ്ത്
പേടിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ലേൺ ടു എക്സ്പ്രസ് യുവർ ഇമോഷൻസ് വിത്തിൻ ദ ലിമിറ്റ്സ്. നമ്മുടെ ഒരു ലിമിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ, കേൾക്കാമല്ലോ അല്ലേ, ലിമിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും എക്സ്പ്രസ് ചെയ്യുമ്പം ലേൺ ടു സ്റ്റേറ്റ് ദ ഇമോഷൻ ദാൻ ലേൺ ടു എക്സ്പ്രസ് ഇറ്റ് വിത്ത് ബിഹേവിയർ. നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ഫോൺ എറിഞ്ഞോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞോ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനും സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് സങ്കടം വരുന്നു എന്ന് പറയാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ സങ്കടം വന്ന് കരഞ്ഞു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ അത് ഒത്തിരി നേരം നിന്ന് നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ചെയ്യാവുന്ന 1-2 കാര്യം. ഒന്ന് ബ്രീത്തിങ്, ഡീപ് ബ്രീത്തിങ് ഫോക്കസ് ചെയ്യാം. ഇരുന്നാൽ ചെയ്യുന്നെങ്കിൽ കാല് നിലത്ത് ഉറപ്പിച്ച് ചവിട്ടി, നമ്മൾ ക്രോസ് ലെഗ് ഒന്നും ആകാതെ നിലത്ത് ഉറപ്പിച്ച് ചവിട്ടി ഇരുന്ന് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ഇരുന്നിട്ട് ജസ്റ്റ് കാല് രണ്ടും കൈ രണ്ടും ഉയർത്തി വെച്ചിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക, പുറത്തേക്ക് വിടുക. ഓക്കെ, അതൊരു 20 സൈക്കിൾസ് സ്ലോലി അങ്ങനെ ചെയ്യാം. ആൻഡ് പിന്നെ ഉള്ളത് നമുക്ക് ഈ ഇതിനോടൊപ്പം ഭയങ്കര കരച്ചിലൊക്കെ അങ്ങ് വരും, അല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെന്നൊക്കെ തോന്നുമ്പോൾ ചെയ്യാവുന്നത് ബട്ടർഫ്ലൈ ഹഗ് എന്ന് പറയും. സപ്പോസ് ദിസ് ഇസ് എ ബട്ടർഫ്ലൈ. നമ്മുടെ ചെസ്റ്റിൽ വന്നിട്ട് ഒരു ബട്ടർഫ്ലൈ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇരുന്ന് നമ്മളെപ്പോഴും എന്ത് ഈ ബിഹേവിയറൽ ഒരു ഇതായിട്ട് ചെയ്യുമ്പോഴും ഒരു മെഡിറ്റേഷനോ ഒക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ഗ്രൗണ്ടഡ് പൊസിഷൻ, കാല് രണ്ടും നിലത്തുറപ്പിച്ച് കൈ ഇങ്ങനെയാകാം. അതല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ബട്ടർഫ്ലൈ, നമ്മുടെ നെഞ്ചത്തൊരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്നു. അത് പതുക്കെ നമ്മളെ ഇങ്ങനെ കൊട്ടിത്തരുക 2 സൈഡിലും, ബൈലാറ്ററൽ പാറ്റിംഗ്. ഓക്കെ, ഫോർ സം ടൈം, മേ ബി ഒരു 1 മിനിറ്റ് കണ്ണടച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഭയങ്കര ചിലപ്പോൾ ടിയേഴ്സ് വരും, ഇറ്റ് ഈസ് ഓക്കെ. ചിലപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ വരും, സാരമില്ല. ഒരു 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഹോൾഡ്, ടേക്ക് ഡീപ് ബ്രെത്ത്, പിന്നെയും ചെയ്യാം. ഓക്കെ, ഒരു 2-3 സൈക്കിൾസ് ഓഫ് ബട്ടർഫ്ലൈ ഹഗ് നമുക്ക് ഭയങ്കരമായിട്ട് റിലീഫ് തോന്നും. ഓക്കെ, പിന്നെ ഒരു പോസ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് നമ്മളെ അങ്ങ് കെട്ടിപ്പിടിക്കാന്ന് പറയും. നമ്മളെ അങ്ങ് ടൈറ്റ് ചെയ്ത് എൻ്റെ ഷോൾഡറിലുമായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യും. ഓക്കെ, ഭയങ്കര സേഫ് ഫീലാണ് നമുക്ക്. നല്ലതായിട്ട് ഇൻഹേൽ ചെയ്യാം. ഓക്കെ, ഒത്തിരി നേരം ഒന്ന് ശ്വാസം പിടിച്ച് വെക്കരുത്, ജസ്റ്റ് ടൈറ്റ് ചെയ്ത്. ഇത് തനിയെയൊക്കെ ചെയ്യാം. ഇനി നമ്മളിപ്പോൾ ജോയിന്റ് ആയിട്ടും ഇരിക്കുമ്പോഴാണ് പറയുന്നത്, അപ്പോൾ പാർട്ട്ണർ ചോദിക്കും ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ നമുക്ക് തോന്നില്ലേ. നമ്മൾ ഹെൽപ്ലെസ് ആവല്ലേ, പാർട്ട്ണർ ചിലപ്പോൾ ഹെൽപ്ലെസ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ളിടത്തും എപ്പോഴും ഓർക്കുന്നത് പ്രോക്സിമിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഒരു ടച്ചിന് പോലും ഭയങ്കര ഇമ്പോർട്ടൻസ്. ഓക്കെ, അതിപ്പോൾ പാർട്ട്ണർ അല്ല, ഒരു ഫ്രണ്ട് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ആദ്യം നീ ചുമ്മാ ടെൻഷൻ അടിക്കാതിരിക്കും, ആവശ്യമില്ലാത്തതാണ്, ഇതൊന്നും അല്ല അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബി എ ഗുഡ് ലിസ്റ്റർ ആൻഡ് ടച്ചിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ഇങ്ങനത്തെ കൊച്ചു കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ ഒരു ജേർണി കുറച്ച് ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷണൽ എക്സ്പ്രഷന് വേണ്ടുന്ന മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ ടാലൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. ഞങ്ങൾ ഓപ്പൺ എവിടെ ഉണ്ട് എന്നുള്ളതൊന്ന് എക്സ്പ്രസ് ചെയ്യാനാണ് കേട്ടോ, കൂടുതലായിട്ടൊന്നും പേടിപ്പിക്കുന്നില്ല. താങ്ക് യു.